നമസ്കാരം. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും തിരുനെൽവേലി മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ലോക്ക്ഡൗൺ ടൈമിൽ ഇങ്ങനെ എന്താ പറയുക യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ മെമ്മറീസ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, ഹോസ്റ്റൽ റൂം റാൻസ് എന്ന പേര്. അപ്പോൾ അതിലിങ്ങനെ ബ്രില്യൻറ്റിൻ്റെ മെമ്മറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പേര് വിഘ്നേഷ്, എൻ്റെ നാട് എറണാകുളം. എൻ്റെ പേര് മുഹമ്മദ് അസ്ലം, ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഫഹദ്, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. അപ്പം ഞങ്ങൾ മൂന്നുപേരും ബ്രില്യൻ്റ് അലുമിനീസ് ആണ്. 2016-17 ബാച്ച്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾ 3 പേര് ബ്രില്യന്റിന്റെ 3 ക്യാമ്പസിലാണ് വരുന്നത്. ഞാൻ തേവര എറണാകുളം ക്യാമ്പസിലായിരുന്നു. ഞാൻ മുത്തുവല്ലിയുടെ മെയിൻ ക്യാമ്പസ്. ഞാൻ അരുണാപുരം ക്യാമ്പസിലായിരുന്നു, ഒരു ചെറിയ ക്യാമ്പസിൻ്റെ മുത്തോലിക്ക് എത്തുന്നതിന് മുമ്പ് ആ ക്യാമ്പസിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്രില്യന്റ് ഇറങ്ങിയിട്ട് ഒരു 4 വർഷമായില്ലേ, ഏകദേശം 4 വർഷമായി. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രില്യന്റ് ആരെങ്കിലും ഒരാൾ നമ്മളോട് പറയണം നിങ്ങൾ ബ്രില്യൻ്റാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു മെമ്മറി ആയിട്ട് എന്താണ് വരുന്നത്? എനിക്ക് എന്തായിരുന്നു? എനിക്ക് ഫുഡാണ് വരാറ്. അവിടുത്തെ ഒരു പബ്സ് കിട്ടും, ഭയങ്കര ടേസ്റ്റ്, ലെജൻഡറി പബ്സ്. അപ്പോൾ നമ്മൾ ഈ അവിടെ റെഫറൻസിന് ഇരിക്കുക അല്ലെങ്കിൽ അവിടെ ക്ലാസ്സിനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ റെഫറൻസിന് ഇരിക്കുമ്പോഴാണ് മെയിനായിട്ട്. അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ലൈഫാണ്. അതെ, നമ്മള് കാരണം നോർമൽ ഒരു ഇതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ഒരു വർഷത്തെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇതിനായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ അവിടുത്തെ പബ്സൊക്കെ പോയി ക്യാൻറ്റീനിൽ പോയി കഴിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ പബ്സ് ഉണ്ട്, പിന്നെ അവിടെ ബിരിയാണി, നല്ല ബിരിയാണി കിട്ടും, പിന്നെ വെജ് നല്ല വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. വെജിറ്റേറിയൻ അപ്പോൾ മസാല ദോശ കിട്ടും. പിന്നെ അവിടെ ജ്യൂസൊക്കെ കിട്ടും. ഈ സൈഡിലായിട്ട് അവിടെ ക്യാൻറ്റീൻ്റെ സൈഡിലായിട്ട് ബിയർ, ഫ്രൂട്ട് ബിയർ, അതിന്റെ പല പൈനാപ്പിൾ അങ്ങനത്തെ ഓരോ ജ്യൂസൊക്കെ കിട്ടും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ക്ലാസ് റെഫറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും വരും. എല്ലാവരും വന്നിട്ട് ഈ സമയത്തായിരിക്കും ഒരു തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറുതായിട്ട് വായിക്കുന്നോട്ടൊക്കെ ഉണ്ട് അവിടെ ആ സമയത്ത്. അപ്പോൾ ഒരു രസമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ A+ ക്ലാസ് ഉണ്ട്, A+ ബാച്ച്. ഇപ്പൊ ഈ ബാച്ചിലൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെയാണ് ഏറ്റവും നല്ല ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫുഡാണ്, അതാണ് മെയിൻ. അതായത് ക്ലാസ് കഴിഞ്ഞിട്ടാണ് A+ ബാച്ചിന് ക്ലാസ് തുടങ്ങുക. അപ്പോൾ അതിന്റെ ഇടയിലുള്ള 2 ബ്രേക്കിന്റെ ഇടയിൽ അവര് നമുക്ക് നല്ല ചിക്കൻ പപ്സും ചിക്കൻ സമൂസയും ചിക്കൻ റോളും എല്ലാം കൂടി തരുമായിരുന്നു. പഴംപൊരി എല്ലാം കുറെ ഓരോ ദിവസം ഓരോന്നാണ്. പഴംപൊരി പറഞ്ഞുണ്ട് ഒരു കഥയുണ്ട്. അതായത് ഞാൻ കേറിയിട്ടില്ല ഇതുവരെ A+ ബാച്ചില്, പക്ഷെ ഞാൻ 2-3 പ്രാവശ്യം A+ ബാച്ചുകാരുടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഏതാണ്ടൊക്കെ തന്നെ. അതായത് ഇവര് വിട്ട് കഴിയുമ്പോഴാണ് ഒരു 5 മണി 4 മണി സമയമാകുമ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് അവരുടെ ക്ലാസ് എടുക്കുക. അവർക്ക് എക്സ്ട്രാ ക്ലാസ് ആണ്. എന്ന് വെച്ചാൽ അവര് ടോപ്പ് ആദ്യം ഈ ഒരു വീക്ക്ലി ടെസ്റ്റ് നടത്തുന്നതിന് ടോപ്പ് റാങ്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്നതാണ് സ്പെഷ്യൽ ക്ലാസ്. നമ്മളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരൊപ്പം ചെന്ന് നിന്നിട്ട് അമ്മമാരൊപ്പം ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവര് നമ്മൾ A+ ബാച്ചുകാരാണ്, നമ്മൾ ചായയും വടയൊക്കെ തരും, അത് കഴിക്കും. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആണ്, 5 മിനിറ്റുള്ളിൽ തീർത്തിട്ട് ഇറങ്ങി പോരണം, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ കയറണം. അങ്ങനെ കേട്ടില്ല ആരൊക്കെ ഉള്ളത്. പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ബാച്ച് നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ് അവർ 5 മണിക്ക് ശേഷം വെക്കുക. അപ്പം ബാഗ് ഞങ്ങൾ മറന്നു വെച്ചു അകത്ത് കയറി എടുക്കാൻ. അപ്പോൾ അകത്തോട്ട് കയറിയപ്പോൾ സാറ് ഇവിടുത്തെ പിള്ളേരുടെ സാറുമാരൊക്കെ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞു, നിങ്ങൾ ചുമ്മാ കയറിയതല്ലേ, ബാക്കി പഴംപൊളി ബാക്കിയുണ്ട് എടുത്തോന്ന് പറഞ്ഞു. ഞാനല്ല, എന്റെ കൂട്ടുകാരെ വാരിക്കൂരി എടുത്തു. ഞാനല്ല. അങ്ങനെ കുറെ ഉണ്ട്. ഫുഡ് നമ്മളൊരു വികാരം, കാരണം ആ സമയത്ത് കിട്ടാത്തോണ്ടല്ല, നമുക്ക് പൈസ വീട്ടിൽ നിന്ന് തരും, കിട്ടാത്തോണ്ടല്ല, പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടുക അതൊക്കെ ഭയങ്കര ഒരു അനുഭവം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ബാക്കി ഫുഡ് ഒരു ദിവസത്തേക്ക് ഇത്ര കടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ബാക്കി തീരാറാകുമ്പോൾ ഒരു ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. കേട്ടിട്ടില്ല, ക്യാൻറ്റീൻ സമയത്ത് 6 മണിയൊക്കെ ആകുമ്പോൾ ചെന്നാൽ ഫ്രീ ആയിട്ട് തരും. ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ വില കുറച്ച് തരും. അങ്ങനെ കുറെ എനിക്ക് എന്താ പറയാ, നമ്മളിപ്പോ സ്കൂളിൽ അങ്ങനെ എത്ര കുറച്ച് പേര് കണ്ട് ഇങ്ങനെ വരില്ലേ, ക്ലാസ്സിലൊരു എത്ര 80 പേര് അല്ല, അത്രയൊക്കെ പേരെ കാണുള്ളൂ. പക്ഷെ ബ്രില്യന്റ് എന്ന് പറയുമ്പോ അത്രയും ഒരു 8000 പേര് നമ്മൾ കാണുന്നു. അപ്പൊ എനിക്ക് ബ്രില്യന്റ് എന്ന് പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്ന അത്രയും പിള്ളേരാണ്. അതെ, ക്ലാസ് കഴിഞ്ഞ് വരുന്ന അത്രയും ആൾക്കാർ.
അപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മള് ഡയറക്റ്റ് ഈ കോമ്പറ്റീഷനെ കാണണം. ഇപ്പൊ നീറ്റ് എഴുതുമ്പോ ഇത്രയും പിള്ളേരായിട്ടാണല്ലോ നമ്മള് കമ്പീറ്റ് ചെയ്യുന്നത് മനസ്സിലാവും. നമ്മള് ഫസ്റ്റ് +2 ഒക്കെ എഴുതുമ്പോ ബോർഡ്സ് എഴുതുമ്പോഴും നമ്മളിപ്പോ ആകെ കുറച്ച് പിള്ളേരായിട്ട്, അതും കോമ്പറ്റേറ്റീവ് എക്സാം അല്ലല്ലോ ഇത് വെച്ച് നമ്മളപ്പോ ഡയറക്റ്റ് ഇതറിയും. പിന്നെ എന്താ ഹോസ്റ്റലില് കുറച്ച് സ്ട്രിക്റ്റ് ഹോസ്റ്റലായിരുന്നു, ഞങ്ങളുടെ ബ്രില്യന്റ് ഹോസ്റ്റലായിരുന്നു. അതെ, അപ്പൊ ഫോണൊന്നും ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ ആവശ്യം 3 ദിവസം കിട്ടുമ്പോ ഭയങ്കര എന്തൊരു വീട്ടിൽ വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോ ഭയങ്കര ഇതാണ്. ഞങ്ങൾക്ക് അങ്ങനെയല്ലായിരുന്നു, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ തരുമായിരുന്നു. നമുക്ക് ആഴ്ചയിൽ 3 ദിവസം തരുമ്പോ ആ ഫോണില് മറ്റേ ബേസിക് ഫോണാണ്. ബേസിക് ഫോണാണ്. അതിൽ ആകെ കിട്ടുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ സ്നേക്കിന്റെ ഒരു കളി. എന്നിട്ട് അതിൽ റെക്കോർഡൊക്കെ ഇടും ഞങ്ങൾ ആ സമയം കൊണ്ട്. അതില് ചില ആൾക്കാരുടെ ഫോണിൽ എപ്പോഴേലും വല്ല 2-3 പാട്ട് മുമ്പുള്ള പാട്ട് സേവ് ആയിട്ടുണ്ടാവില്ല, അതൊക്കെ ഇരുന്ന് എപ്പോഴേലേക്ക് ഇരുന്ന് കേൾക്കും. മറ്റേ ആഴ്ചയിൽ 3 ദിവസം കിട്ടില്ല. അതാണ് ആകെയുള്ള ഒരു എന്റർടൈൻമെന്റ്. നിനക്ക് എന്താണ്? എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്റെ ഹോസ്റ്റലാണ്. SH ഹോസ്റ്റലായിരുന്നു. സേക്രഡ് ഹാർട്ട് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു ആ ഹോസ്റ്റല്. അപ്പൊ അവരുടെ ക്യാൻറ്റീൻ നിന്നൊക്കെ ആയിരുന്നു ഞങ്ങള് മിക്കവാറും കഴിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഹോസ്റ്റലിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമയം തരും. ഇപ്പൊ 8 മുതൽ 8:45 അങ്ങനെ ഒരു സമയം തരും. ആ സമയത്തിന്റെ ഉള്ളിൽ എവിടെ പോയിട്ട് വേണേലും കഴിച്ചിട്ട് നമുക്ക് വരാം. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. മീൻസ് നമ്മൾ അപ്പൊ കാശ് കൊടുത്ത് വാങ്ങുക അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മള് അവിടെ തട്ടുകടകള് അങ്ങനെയൊക്കെ, അവിടുത്തെ SH കോളേജിന്റെ ക്യാൻറ്റീന് ഇതൊക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ ഏത് കട വേണേലും പോകും. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു സ്ഥലം ഒരു അടിപൊളി ഫുൾ പച്ചപ്പ് എല്ലാം കൂടി ആയിട്ട് ഒരു നല്ലൊരു മീൻസ് എറണാകുളം സിറ്റിയുടെ നടുവിൽ ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ബ്രില്യന്റ് ഹോസ്റ്റലിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോ ഉറങ്ങണം അല്ലെങ്കിൽ എപ്പോ എണീക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇപ്പൊ നമ്മള് നോർമലി കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ രാവിലെ 5 മണിക്ക് എല്ലാവരും എണീക്കണം, അത് ഏറ്റവും ലേറ്റായി ഉറങ്ങിയവനെ എണീക്കണം, നേരത്തെ ഉറങ്ങിയവനാണെങ്കിൽ 5 മണിക്ക് എണീക്കണം, എന്നിട്ട് എണീറ്റ് പഠിക്കാൻ ഇരുത്തുവരും. പക്ഷെ ബ്രില്യന്റിൽ അങ്ങനെയല്ല, നമ്മള് അവർക്ക് അങ്ങനെ സമയമൊന്നുമില്ല, ഇഷ്ടമുള്ളപ്പോ എണീക്കാം, ഇഷ്ടമുള്ളപ്പോ കിടക്കാം. അതിന്റെ ഒരു യൂസ് ബെനിഫിറ്റ് കിട്ടുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ രാത്രി ഓവർനൈറ്റ് മൊത്തം ഇരുന്ന് പഠിക്കുന്ന പിള്ളേരായിരിക്കും. ചിലവര് രാവിലെ പുലർച്ചെ എണീറ്റ്, ഞാനൊക്കെ ആ ടൈപ്പ് ആളാണ്, ഒരു 11 മണിക്ക് ഉറങ്ങിയിട്ട് ഒരു 5 മണി 4 മണി അങ്ങനെ എണീക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനത്തെ പിള്ളേർ ഒരു ബെനിഫിറ്റ് ആണ് അത് അല്ലേ. അപ്പൊ ഇല്ലെങ്കിൽ അവർക്കൊരു ഭയങ്കര ഒരു പ്രശ്നം പോലെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലാഞ്ഞിട്ടും ബ്രില്യന്റിൽ നിന്ന് ഇത്രയും റിസൾട്ട് വരുന്നുണ്ട്. പിന്നെ ബ്രില്യന്റ് ഇതില് വാർഡന്മാരൊക്കെ ഇങ്ങനെ എന്താ പറയാ, കുറച്ച് റൂൾസ് ഉണ്ട്. ഇങ്ങനെ വേറെ റൂമിൽ കയറാൻ പാടില്ല. അങ്ങനെ വാർഡനൊക്കെ വന്നിങ്ങനെ ചെക്കിങ് വരും. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വേറെ റൂമിലൊക്കെ സംസാരിക്കാനൊക്കെ ഇടയ്ക്ക് പോകും. എന്നിട്ട് ഞങ്ങള് വാർഡൻ വരുന്ന പറയുമ്പോ ഇങ്ങനെ താഴെ നിന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിഗ്നലൊക്കെ കിട്ടും, വാർഡൻ വരുന്ന ആരെയൊക്കെ ഒരു വിളിയൊക്കെ കിട്ടും. എന്നിട്ട് ഞങ്ങളെ ഈ ഡോറിന്റെ പുറകെ ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ ഓടിക്കറി ബാത്റൂമിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുക. ഇത് അവര് എന്താ പറയാ, അവർക്ക് വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ചെയ്യാൻ? നമ്മള് പഠിക്കണം പഠിക്കാൻ വേണ്ടിയാണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ദേഷ്യം തോന്നിയില്ല. ഇപ്പൊ അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയതെന്ന് മനസ്സിലാവും. ഞങ്ങളുടെ ബാത്റൂമിന്റെ അറ്റാച്ച്ഡ് ആണ് റൂമിൽ. അപ്പൊ 2 പേരെ ഒരു റൂമിൽ പാടുള്ളൂ. ഞങ്ങളെല്ലാരും കൂടി ഒരു റൂമിൽ കയറി സംസാരിക്കും. വാടക വന്നിട്ട് മുട്ടും. അപ്പൊ അകത്ത് കയറി നോക്കുമ്പോ 2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളൊരു ബാത്റൂമിന്റെ ഉള്ളിൽ. പക്ഷെ ഇത് വാടന്മാർക്ക് അറിയാം. അത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ ചുമ്മാ സംസാരിക്കാൻ വരുമല്ലോ എപ്പോഴും, അല്ലെങ്കിൽ ഡൗട്ട് ആയിരിക്കില്ല മോസ്റ്റ്ലി, ചുമ്മാ ബോറടിച്ചിട്ട് സംസാരിക്കാൻ വരുന്നതായിരിക്കും. ഒരു റൂമിൽ കയറിയിട്ട് മീൻസ് 2 പേരെ പാടുള്ളൂ റൂമില്. അപ്പൊ 3ാമത് വരുന്ന സംസാരിക്കാൻ വന്നതാ. അപ്പൊ താഴെന്ന് വാടാൻ വരുന്ന സൗണ്ട് കേട്ട് സ്റ്റെപ്പ് കയറുമ്പോഴുള്ള സൗണ്ട് ഒക്കെ പിടിക്കാനുള്ള കഴിവ് ലാസ്റ്റ് അപ്പഴേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാലച്ച് മനസ്സിലാക്കും വാർഡനാണോ വേറെ ആരെങ്കിലും ആണോ. എന്നിട്ട് സാറ് വന്നിട്ട് എന്നും അറ്റൻഡൻസ് എടുക്കും രാത്രി. അപ്പൊ ഈ ഡോറൊക്കെ മുട്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ 2 പേരുള്ളൂ. പക്ഷെ സാറിന് എന്തോ ഒരു ഡൗട്ട് തോന്നി, കട്ടിലൊരു വലിയൊരു 2 ആളെ വീതിയില് എന്തോ സാധനം വെച്ചേക്കുന്നത്. അപ്പൊ സാറ് ഇതെന്താ ഇത്രയും മണ്ണുള്ള ആള് ആരെവിടെ കിടക്കുന്നത് ചോദിച്ചു. അപ്പൊ സാറിന്റെ പിന്നെ സാറിന് ഇപ്പൊ അവര് കുറെ കാലമല്ല, അപ്പൊ അവർക്ക് മനസ്സിലാവും എന്തൊക്കെ തരയുടെയാണ് പിള്ളേര് കാണിക്കുന്നത്. എന്നിട്ട് സാറ് വന്നിട്ട് പുതപ്പിന്റെ ഒരു ഭാഗം പൊക്കി നോക്കി. അപ്പൊ ഒരു കാല് കണ്ടു. എന്നിട്ട് അവിടുന്ന് തിരിച്ച് മറ്റേ ഏതൊരു ഫിലിമിലുണ്ടല്ലോ അതേപോലെ തന്നെ അപ്പുറത്ത് ഭാഗത്തുനിന്ന് പൊക്കി നോക്കിയപ്പോ അവിടെയും കാല്. ഇപ്പൊ ഓർക്കുമ്പോ അത് അവർക്കിപ്പോ എല്ലാ കാര്യമുണ്ട് ഇതൊക്കെ ചെയ്യാൻ. നമ്മള് പഠിക്കാനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ റെഫറൻസിനും ഇതേപോലെ ഒരു പുള്ളി ഉണ്ടല്ലേ,
ഒരു സാറുണ്ട്, പുള്ളി സാറിന്റെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റൗണ്ട്സിന് വരും, ആരെയും സംസാരിക്കണ്ടോന്ന് നോക്കാനായിട്ട്. ആക്ച്വലി റെഫറൻസ് കാർഡ് ഒരെണ്ണമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് 100 കോളം ഉണ്ടാവും. എല്ലാ ദിവസവും നമ്മൾ റെഫറൻസിന് പോയ സൈൻ ഇട്ട് തരും. എന്നിട്ട് അത് വാർഡനെ കാണിച്ചിട്ട് കയറണം, നമ്മള് റെഫറൻസിനാ പോയെന്ന് കാണിക്കാൻ. അപ്പൊ ഈ ഇതിലൊരു സ്റ്റോറി പോലെ ഉണ്ട്. അതായത് ആ 100 റെഫറൻസ് കാർഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 100 കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ MBBS ഉറപ്പാണ്, അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഉറപ്പാണ്. പക്ഷെ ഞാൻ ഫില്ല് ചെയ്തു, ഞാൻ 100 ഫില്ല് ചെയ്തു, ഇപ്പൊ ഇവിടെ എത്തി. ഫില്ല് ചെയ്യേണ്ടതാണ്. അങ്ങനെ പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബ്രില്ലിന്റെ ക്ലാസ് ടീച്ചേഴ്സിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റും. ബ്രില്ലിലുള്ള എല്ലാ സ്റ്റാഫും എന്താ പറയാ, അവർക്കൊരു പങ്കുണ്ട് നമ്മുടെ സക്സസിലും. എല്ലാ സ്റ്റാഫിനും ഒരു മീൻസ് ഈ റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺസിസ്റ്റൻസി വേണ്ട ഒരു സംഭവമാണ് ആക്ച്വലി. മീൻസ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ചു കാലം അടുപ്പിച്ച് വല്ലാണ്ട് കുഴപ്പാണ്ട് വർക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതാണ്. അപ്പൊ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന ഫാക്ടറാണ് ക്ലാസ് ടീച്ചേഴ്സ്. അപ്പൊ നമുക്കിപ്പോ മാർക്ക് ഇപ്പൊ റാങ്ക് കുറഞ്ഞ ഒരാളോടാണെങ്കിൽ അവര് വന്നിട്ട് പേഴ്സണലി ആയിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ എല്ലാരും കൂടി ഇരിക്കുമ്പോ ഒന്നും അവരൊന്നും നമ്മളൊന്നും പറയത്തൊന്നുമില്ല. പേഴ്സണലായിട്ട് ഓരോരുത്തരും സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് നമ്മളോട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് കാരണമാണോ നിങ്ങൾ പഠിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഫുഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹോസ്റ്റലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ നമ്മളോട് ചോദിക്കും. ഇപ്പൊ അതും ഇപ്പൊ ഡെയിലി മീൻസ് ഒരു 5 റാങ്കിന്റെ ഉള്ളിൽ എന്നും വന്നിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു 10ാമത്തെ റാങ്കിലോട്ട് വന്ന വരെ അവര് നമ്മളെ വിളിക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തുകൊണ്ടാണ് റാങ്ക് കുറയാനുള്ള കാരണം, എല്ലാ ആഴ്ചയും കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് നടത്തും, വീക്ക്ലി ടെസ്റ്റ്. അത് ഒരു മാനേജിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത്രയും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഒരിക്കൽ പോലും 10,000 പിള്ളേര് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എന്നിട്ടും എനിക്കൊന്നും എന്റെ ഓർമ്മയില് ഒരു വീക്കിലി എക്സാം പോലും മിസ്സായിട്ടില്ല. അത് അവർ എങ്ങനെങ്കിലും നടത്തും. അതിന്റെ റിസൾട്ട് ആണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടാവും, ഒരു ലെക്ചർ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത പീരീഡ് റിസൾട്ടും വരും അല്ലേ. അത് ആക്ച്വലി റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഡയറക്ടേഴ്സ് വന്നാ പ്രഖ്യാപിക്കും. അപ്പൊ എന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സന്തോഷ് സാറാണ്. സന്തോഷ് സാർ വന്നിട്ട് റിസൾട്ട് വായിക്കില്ല. റിസൾട്ട് വായിക്കും, പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ പോകില്ല. പക്ഷെ നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 മണി തൊട്ട് 4 മണി വരെ എന്തായാലും ഉറങ്ങണം, പിന്നെ നല്ല വെയിലുള്ള സമയമാണ്, വെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിലാക്സ് ചെയ്യും. വേറെ ജോർജ് സാറൊക്കെ ആണെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ എല്ലാവർക്കും കിട്ടും. എന്താ ജോർജ് സാറൊക്കെ വന്നുപോയ അപ്പൊ തന്നെ നമ്മള് കിട്ടുന്ന ഇങ്ങനെ ഉറപ്പിച്ചു. ശരിക്കും അത് അവര് ചെയ്യുന്നത് ശരിക്കും നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും അല്ലേ. പിന്നെ സ്റ്റീഫൻ സാറാണ്. സ്റ്റീഫൻ സാറിനെ ഞാൻ കേട്ടിട്ടുണ്ട്. സ്റ്റീഫൻ സാറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ 10 പേര്, ഇതിൽ 10 വന്നാൽ അവിടെ ആക്ച്വൽ ടെസ്റ്റിൽ 100, ഇന്ന ആൾക്ക് എയിംസ്, ഇന്ന ആൾക്ക് ജിഗ്മർ, ഇത്രയും കട്ട് ഓഫിലുള്ളവർക്ക് കീം. അത് ഉള്ള കാര്യമാണ്. ഇപ്പൊ എന്റെ തേവര ബ്രില്യന്റില് ഡയറക്ടറായിട്ട് ഇരുന്നിരുന്ന സെബാസ്റ്റ്യൻ സാറാണ്. അപ്പൊ പിള്ളേര് കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞ സാർ അവിടെ ഇപ്പൊ മന്ത്ലി വീക്കിലി എക്സാമിന്റെ മൺഡേ ഒക്കെ സാറ് ഒരു 6 മണി വരെയൊക്കെ ക്യാമ്പസിൽ ബ്രില്യന്റിന്റെ ക്യാമ്പസിൽ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് സാറിനോട് എപ്പോഴാണെങ്കിൽ മീൻസ് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കുറച്ച് റാങ്ക് കുറഞ്ഞ പിള്ളേരെന്നെ പോയിട്ട് ഇങ്ങനെ സാറേ ഇത് റാങ്ക് കുറവാണ്, ഇപ്പൊ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്, മീൻസ് വിഷമം കൊണ്ട് ചോദിക്കുന്നതാണ് സംഭവം. അപ്പൊ സാറ് പറയടാ എങ്ങനെയായാലും കിട്ടും, നിങ്ങൾക്ക് കിട്ടും, ഒന്ന് പരിശ്രമിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. എന്നിട്ട് സാർ ഇങ്ങനെ ഒരു കണക്ക് ഇവൻ പറഞ്ഞ പോലെ കണക്ക് ഇങ്ങനെ പറയും. ഇപ്പൊ ജിപ്മർ എടുക്കുകയാണെങ്കിലും എയിംസ് എടുക്കുകയാണെങ്കിലും ഏത് മെഡിക്കൽ കോളേജ് എടുക്കുകയാണെങ്കിലും അവിടെ ഒരു 80% 90% മലയാളികളിൽ ബ്രില്യന്റി പഠിച്ച പിള്ളേരായിരിക്കും. സത്യമാണ്. ഇവിടെ 22 പേര് വെച്ച് ബാക്കി എല്ലാരും ബ്രില്യന്റി പഠിച്ചവരാണ്. കറക്റ്റ് അവർ പറയുന്നത്. പിന്നെ ഇപ്പൊ ഇവര് ഭയങ്കര ജോർജ് സാറിനെ വെച്ചിട്ട് വേറൊരു കഥയുണ്ട്. അത് കഥയാണോ ഉള്ളതാണോ എന്നറിയില്ല. ജോർജ് സാറാണ് അവിടുത്തെ ക്യാൻറ്റീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്, ഫുഡിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ജോർജ് സാറ് വന്നിട്ട് ബിരിയാണി റെഡി ആയി കഴിയുമ്പോൾ ഫുഡ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇത് മിത്താണോ ഇല്ലാന്ന് അറിയില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഫുഡിന് ടേസ്റ്റ് കുറവാണെങ്കിൽ സാറ് ആ ഫുഡ് ഫ്രീ ആയി കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പൊ ഇത് ഞാൻ പോയിട്ട് ഹോസ്റ്റലിൽ പറയുമ്പോ ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ പറയും, നീ പണ്ട് വെറുതെ പറയണ കുറെ കഥകൾ കേൾക്കാറുണ്ട് എന്നെ കുറിച്ചെന്നൊക്കെ പറയും. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ റെഫറൻസിന് പോയി ഇരിക്കുമ്പോ ഈ എന്നെ കളിയാക്കിയവന്മാരൊക്കെ ക്യാൻറ്റീൻ ചുറ്റി നടക്കുന്നുണ്ട്.
അത് ചോദിച്ചപ്പോ പറഞ്ഞു ഇനിയിപ്പോ കിട്ടിയാലോ എന്നുള്ള ഒരു ഇതിൽ പോയി നിൽക്കുകയാണ്. ഫുഡ് കഴിക്കാനാ ബ്രില്യന്റ് ചേർന്നത്. അതേപോലെ വേറൊരു പോപ്പിൻസ് ഒരു സംഭവമാണ് ബ്രില്യന്റിൽ. പോപ്പിൻസ്, വിക്സ് മിഠായി, പോപ്പിൻസ് ആയിരുന്നു ഭയങ്കര. നമ്മൾ എല്ലാ ഇന്റർവ്യൂലിനും പോയിട്ട് പോപ്പിൻസ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ക്ലാസ്സിനിടയിൽ ഉറക്കം വരാണ്ടിരിക്കാനാ സംഭവം ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ പോപ്പിൻസ് ഇങ്ങനെ എടുത്ത് കഴിച്ചോണ്ടിരുന്നു. എനിക്ക് പേടിയായിരുന്നു പോപ്പിൻസ് കഴിക്കാൻ. ഇവൻ എന്തോ പ്ലാസ്റ്റിക് എന്തോ ഉണ്ട് അതാണോ? അല്ലല്ല, എനിക്ക് ഇൻഫെർട്ടിലിറ്റി വരും എന്നുള്ളൊരു പേടി, അങ്ങനെ ഒരു പ്രചാരണമുണ്ട്. എന്നിട്ട് കഴിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പകരം വിക്സിന്റെ പരിപാടിയില്ല. വിക്സ് രാത്രി ഇരുന്ന് പഠിക്കാൻ വേണ്ടിട്ട് വിക്സ് തേക്കും. എന്നിട്ട് ഒരു ദിവസം തേച്ചിട്ട് കണ്ണു മൊത്തം നേറി, അന്ന് പഠിക്കാനേ പറ്റിയില്ല. അതേപോലെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരുത്തൻ ടൈഗർ ബാം തേക്കുമായിരുന്നു ഇവിടെയൊക്കെ. അതേപോലെ ഞാൻ തേച്ചിട്ട് ഇവിടെയൊക്കെ കഴിഞ്ഞു. പല പല എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എങ്ങനെയെങ്കിലും കറക്റ്റ് ഇരുന്ന് പഠിക്കണമെന്നുള്ള ഒരു ഇതിലാണ്. അത് എക്സാം ടൈമിലാണ്. അവസാനമൊക്കെ ആകുമ്പോ യൂണിറ്റ് എക്സാം വരില്ലേ, മോഡൽ എക്സാം വരില്ലേ, ആ സമയത്തൊക്കെ എല്ലാരും ഫയർ ആയിരിക്കും. ഭയങ്കര പഠിത്തമാണ്. പിന്നെ എന്ന് പറയുന്നത് പ്രൊഫസേഴ്സ് ആണ്. പ്രൊഫസേഴ്സ് നല്ല മോട്ടിവേഷൻ ആണ്. എല്ലാരും എന്താ പറയാ ടോപ്പ് ഫാക്കൽറ്റി. മീൻസ് അവര് തമാശയൊക്കെ പറയും, പക്ഷെ ആ തമാശയിലും കാര്യങ്ങളുണ്ടാവും. അത് എപ്പോ ഡൗട്ട് ചോദിച്ചാലും അവര് പറയാൻ റെഡി ആയിരിക്കും. എപ്പോഴും സ്റ്റാഫ് റൂമിലൊക്കെ പോയി ചോദിച്ചാലും. KNG സാർ ഉണ്ട്, ഒരു ഭയങ്കര ഫേമസ്, എല്ലാവർക്കും അറിയാം. ഇല്ല, എനിക്ക് വന്നിട്ടില്ല സാർ. വന്നിട്ടില്ല. എന്നാലും എനിക്ക് രോഷിനി മിസ് വഴി അങ്ങനെ അറിയാമെന്നല്ലാണ്ട് ഇത് ഞങ്ങളുടെ ക്ലാസ്സിന് മാത്രം വരാതെ പോയി. എന്താ പ്രശ്നം? സാറിന്റെ കുറെ കഥകളുണ്ട്, ലെജൻഡ് കഥകൾ. ഒരു ഹെർമാഫ്രോഡൈറ്റിന്റെ ഒരു കഥയുണ്ട്. പിന്നെ മാട്ടുപ്പെട്ടിയില് സാറ് പിള്ളേരെ കൊണ്ടുപോയ ഒരു കഥയുണ്ട്. ഒരു കുട്ടിയെ രക്ഷിച്ച കഥയുണ്ട്. അങ്ങനെ കുറെ കഥകളുണ്ട്. അത് ബ്രില്യന്റിൽ ചേർന്ന് നിങ്ങൾ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ മാത്രം എക്സ്ക്ലൂസീവായി കിട്ടുന്ന കഥകൾ. എല്ലാ സാറന്മാരും എല്ലാവർക്കും ഒരു സിഗ്നേച്ചർ. പിന്നെ മുത്തോലി മെയിൻ ക്യാമ്പസിലാണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഒക്കെ വരാറ്. തേവര വരാറേ ഇല്ല എന്നല്ല പറയണേ, പക്ഷെ അവിടുന്ന് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഒക്കെയാണ് മോസ്റ്റ്ലി വരിക. ഇൻകേസ് ഇപ്പൊ ഒരു പുതിയ പ്രൊഫസറാണ് വന്നതെങ്കിലും അവര് നമ്മളോട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വന്ന് ചോദിക്കും ഇങ്ങനെ, എന്താണ് പുതിയ പ്രൊഫസറാണെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങളൊരു ഫീഡ്ബാക്ക് പറയണം. മീൻസ് അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ അത് സാറിനോട് പറഞ്ഞിട്ട് തന്നെ അവര് സാറിനോട് സംസാരിച്ചിട്ട് ശരിയാക്കാമെന്ന് പറയും. പിന്നെ കുറെ പ്രോസസ്സൊക്കെ ഭയങ്കര ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ള ക്വസ്റ്റ്യൻസ്. ഈ ജെയ്സൺ സാറിനുണ്ട്, സാറുണ്ട് ഫിസിക്സ്. സാറ് വന്നിട്ട് ആ എല്ലാ ബുക്കും കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ചുമ്മാ അതിന്റെ ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. സാർ നീ പറയട മോനെ എന്ന് പറഞ്ഞിട്ടാണ് സാറ് പറഞ്ഞത്. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് സ്പീക്കർ ഉണ്ടാക്കും, കറക്റ്റ് സോൾവ് ചെയ്യും. എന്നിട്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10 സ്റ്റെപ്പിലൊക്കെ ആയിട്ട് സോൾവ് ചെയ്യാം. സാറ് ഒരു ട്രിക്ക് വേണ്ടിയിട്ട് 2 സ്റ്റെപ്പിൽ തീർക്കും. അങ്ങനത്തെ കുറെ സാറുണ്ട്. എന്നിട്ട് സാർ എപ്പോഴും പറയും, നിങ്ങൾ ഈ വർക്ക് ബുക്ക് പഠിച്ചിട്ട് പോകണം, ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം, ഇത് കറക്റ്റ് നിങ്ങളുടെ നീറ്റിന് വരും. പ്രൊഫസേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ടോപ്പ് ക്വാളിറ്റി പ്രൊഫസേഴ്സ് ആണ്. ഏത് സെന്റർ ആയാലും അങ്ങനെയാണ്. ഇപ്പോ ബ്രില്യന്റ് മുത്തോലി മെയിൻ ക്യാമ്പസിൽ ഏജ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് വരുന്നു, തേവരയിൽ വരുന്നില്ല. അതുകൊണ്ടൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അവര് അവിടുന്ന് ടെമ്പോയില് ട്രാവലറിലൊക്കെയാണ് വരാറ്. പക്ഷെ ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് വന്നാലും ഇപ്പൊ നോർമൽ പ്രൊഫസേഴ്സ് വന്നാലും അതൊന്നും നിങ്ങളെ റാങ്കിനൊന്നും ബാധിക്കൊന്നുമില്ല. അത് നമ്മള് വെറും തോന്നലാണ്. എല്ലാരും ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഒരു മിനിമം എല്ലാരും അടിപൊളിയാണ്. ഇപ്പൊ പിന്നെ ചിലവർക്ക് ഭയങ്കര ഒരു കുറെ നാളായി പഠിക്കുന്ന ലെജൻഡറി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. സമ്പത് സാർ നിങ്ങൾക്ക് ജെനറ്റിക്സ് ഫസ്റ്റ് എടുക്കുക, രതീഷ് സാർ ജെനറ്റിക്സ് സെക്കൻഡ് എടുക്കുക. ക്ലാസ് അവരെല്ലാം എടുത്തില്ലെങ്കിലും അവരുടെ നോട്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് പഠിക്കും. എനിക്ക് പക്ഷെ രണ്ടുപേരും കറക്റ്റ് അതേ ഫോർമുലയിൽ വന്നു. ഫസ്റ്റ് സമ്പത് സാർ എടുത്തു, സെക്കൻഡ് രജിത് സാർ എടുത്തു. അതെ, ആ ജെനറ്റിക്സിന്റെ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇപ്പൊ MBBS ഫസ്റ്റ് ഇയറിൽ ജെനറ്റിക്സ് ഒക്കെ വരുന്നുണ്ട്. അതായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത് എക്സാം. ആ 2 ചാപ്റ്റർ ഞങ്ങൾ അതായിരുന്നു പഠിച്ചിരുന്നത്, ആ ബുക്ക് മാത്രം. ഇവിടുത്തെ ബുക്കിൽ നിന്ന് അത് പഠിക്കാണ്ട് സാറുമാരും അവിടുത്തെ ബ്രില്യന്റിലെ സാറുമാരും നോട്ട്സ് ആയിരുന്നു പഠിച്ചത്. ആക്ച്വലി അത് ചില സമയത്ത് ഇവിടെ കോളേജിലൊക്കെ വന്നാൽ നമ്മൾ ഭയങ്കര ബിസി ആവും, വേറെ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിട്ട് ഇങ്ങനെ ഒരിക്കൽ ജെനറ്റിക്സിന്റെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ടായി. അന്ന് ഞാൻ പഠിക്കാതെ പോയി എഴുതി. എന്നിട്ട് ബയോകെമിസ്ട്രി ഫസ്റ്റ് ഇയർ MBBS സബ്ജക്ട് അത് ഈ സാറിന്റെ പഠിപ്പിച്ച മെമ്മറി വെച്ച് എഴുതി. മീൻസ് അവര് ആ ലെവലിലാണ് നമുക്ക് എടുക്കുന്നത്. അതുപോലെ കുറെ സാറുമാര്
ഇങ്ങനെ കഥയിലൂടെ ഇങ്ങനെ അവരുടെ പോയിന്റ് എത്തിക്കും, അല്ലെങ്കിൽ കോമഡി പറഞ്ഞ അവരുടെ പോയിന്റ് എത്തിക്കുന്ന കുറെ സാറുമാരുണ്ട്. അതൊക്കെ നമ്മളിപ്പോഴും ഓർത്ത് 4 കൊല്ലമായി എന്നിട്ട് ഇപ്പൊ അവരെന്താ പറഞ്ഞെന്നൊക്കെ ഓർത്ത്. ചില സാർമാർ ഭയങ്കരമായിട്ട് നമുക്ക് ഇൻസ്പിറേഷൻ തരും. ഈ ഒരു സാറുണ്ട് വന്നിട്ട് പറയും, നിങ്ങൾക്ക് MBBS കിട്ടാതിരിക്കാനായിരിക്കും പാട്, കിട്ടുന്ന കാര്യം ഐ ഡെയർ യു ടു നോട്ട് ഗെറ്റ് എ സീറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഡൗൺ ആയിരിക്കുമ്പോ ഇതൊക്കെ അതായത് നമ്മൾ അത്രയും സ്ട്രെസ് ചെയ്ത് ഒരു കൊല്ലം ബ്രേക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഇരിക്കുമ്പോ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം മതി നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുണ്ട്. ഒരു സാറ് വന്നിട്ട് ഫിസിക്സ് പഠിപ്പിക്കുന്ന നന്നായി വരക്കുന്ന ഒരു സാറൊക്കെ ഉണ്ട്. ആ സാറ് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ട് വെറുതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ വിടും ക്ലാസ്സിന്റെ അടുത്ത്. അപ്പോൾ ആ സാറ് വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഗോപിക, അവളുടെ അടുത്ത് വന്നിട്ട് അവളിങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു, മാർക്ക് കുറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ അടുത്ത് വന്നിട്ട് 2 ഡയലോഗേ പറഞ്ഞോളൂ, നിനക്ക് എന്തായാലും കിട്ടും, പരിഹരിക്കേണ്ട ആവശ്യമില്ല. ആ ഒറ്റ ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് മതിയാവും ചിലപ്പോ കൊച്ചിനെ ഒരു ബൂസ്റ്റ് ചെയ്യാൻ. എന്നിട്ട് അവൾക്ക് കിട്ടി, ആ സാറ് പറഞ്ഞ അതേപോലെ കിട്ടി. അവൾക്ക് കൊപ്പലിൽ നിന്നും പറഞ്ഞിട്ട് കർണാടകയിൽ ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടി. അതായത് കിട്ടും. അതായത് നമ്മളിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ചു കാലം അടിപൊളിയായിട്ട് വലുതായിട്ട് ഞങ്ങള് ഇപ്പൊ വലിയ A+കാരൊന്നും ആയിരുന്നില്ല, പക്ഷെ പിന്നെ ഒരു സീരിയസ് ആയിട്ടിരുന്ന് പഠിച്ചു. പിന്നെ മെറ്റീരിയലും പിന്നെ NCERT. ഇപ്പൊ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന 3 പേരാണെങ്കിലും ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി, ഇങ്ങനെ പറയുമ്പോ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങനത്തെ ഉള്ള പിള്ളേരൊന്നും അല്ല. ഞങ്ങളുടെ ചാനലുണ്ട് ഹോസ്റ്റൽ റൂം റാൻസ്, അതില് ബാക്കി ഇതുപോലെ ഞങ്ങള് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണും. അങ്ങനെ സിമ്പിൾ ആയിട്ടൊക്കെ മീൻസ് നമ്മള് അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെ കിട്ടിയവരാണ്. അപ്പൊ നിങ്ങൾക്കും കിട്ടും, നിങ്ങൾ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റെഫറൻസ് ടൈമില് ഭയങ്കര ബുക്സ് ഒക്കെ എടുത്ത് പഠിക്കും. കൊറേ ലൈബ്രറിന്ന് ബുക്ക് കൊറേ എടുത്തിട്ട് അവര് ഉപയോഗിക്കുന്നേ ഇല്ല. അതായത് ഇപ്പൊ ഒരു നീറ്റ്, അപ്പൊ നമുക്ക് കുറച്ച് നീറ്റ് ഒരു കൊല്ലം എഴുതി കിട്ടിയതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ പറയാണ്, നിങ്ങൾ ഇപ്പൊ മെഡിസിൻ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ, MBBS ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ വലിയ ബുക്സ് ഒന്നും അങ്ങനെ IIT ലെവലിലുള്ള ഫിസിക്സിന്റെ ബുക്സ് അതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ HC വർമ്മ എന്നൊരു ബുക്ക് ഉണ്ട് ഫിസിക്സിന്, കൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്സ് എന്നാണ് അതിന്റെ പേര്. HC വർമ്മ എന്ന് പറഞ്ഞ ഓതറിന്റെ. അപ്പൊ ഈ മെഡിസിൻ പഠിക്കുന്ന ഞങ്ങളെ കൊളീഗ്സ് തന്നെ ആരെങ്കിലും ഇതൊക്കെ എടുത്തായിരിക്കും സോൾവ് ചെയ്യുന്നത്. ഹൈ ലെവൽ IIT ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. പക്ഷെ അതൊന്നും നീറ്റിന് ആവശ്യമില്ല. നമ്മൾ നോർമൽ നമ്മുടെ NCERT ബുക്ക് അതാണ് NCERT ആണ് ബൈബിൾ. അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ബയോളജി പ്രത്യേകിച്ച് NCERT പഠിക്കുക. സാറുമാരുടെ നോട്ട്സ് എക്സ്ട്രാ എന്തായാലും അവർക്ക് വരും തോന്നുമെങ്കിൽ അവരതിനകത്ത് പറയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ ഒരു ടെസ്റ്റ് പോലും എഴുതാതെ വിടരുത്. അവസാനം എത്രത്തോളം നിങ്ങൾ എക്സാം എഴുതുന്നു, എത്രത്തോളം ക്വസ്റ്റ്യൻസ് കാണുന്നു, അത്രത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഇപ്പൊ നമ്മള് ടെൻഷനൊക്കെ അടിച്ചിട്ട് പേടിച്ചിട്ടൊക്കെ എക്സാം, മീൻസ് ഇപ്പൊ പനി അഭിനയിച്ച് അങ്ങനെയൊക്കെ എക്സാം എഴുതാത്തവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലും നിങ്ങൾക്ക് റാങ്ക് കുറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങളൊന്നും A+ ബാച്ച് കണ്ടിട്ടും കൂടി ഇല്ല. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ A+ ബാച്ച് ഒക്കെ കയറിയില്ല. അവൻ അവസാനമായപ്പോ അവന്റെ ആ ഭയങ്കര ഫോമിൽ പോയിട്ട് അവസാനം മോഡൽ പരീക്ഷയുടെ സമയത്ത് അവൻ കുറെ പടം കാണാനാണ് അവൻ അവിടെ പാലയില് റിലീസ് ചെയ്യുന്ന എല്ലാ പടവും ആ വെള്ളിയാഴ്ചകളിൽ പോയിരുന്ന് കാണാം. അങ്ങനെ കണ്ടുകൊണ്ട് അവന്റെ ആ കോൺസെൻട്രേഷൻ പോയി. അവസാനം അവന്റെ ലാഗായി, അവന് കുറച്ച് ഡൗൺ ആയി പോയി. സോ നമ്മൾ അവസാനം വരെ ഒരേ കൺസിസ്റ്റൻസി. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിയിട്ട് ബാക്കിയുള്ളവർ എന്ത് പഠിക്കുന്നു, ബാക്കിയുള്ളവര് എന്നെക്കാളും വലിയ റാങ്ക് ആണല്ലോ എടുക്കുന്നത്, ഇതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യം. നമ്മുടെ കാര്യം ക്ലിയർ ആയി. റാങ്ക് എന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞ ടെസ്റ്റിൽ നിങ്ങൾ എത്ര ഉണ്ടായിരുന്നു, ഇപ്പത്തെ ടെസ്റ്റ് എത്ര ഉണ്ട്, അതാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ്, ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിത്തം കുറവാണോ എന്നാണ് അസസ് ചെയ്യുന്നത്. നിങ്ങളുടെ റൂംമേറ്റ് എത്ര വാങ്ങിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർ എത്ര വാങ്ങിച്ചു നോക്കാനല്ല, നിങ്ങൾ മുമ്പത്തെ ഇതിനേക്കാൾ എത്ര ഇമ്പ്രൂവ് ആയി അതാണ് നോക്കുന്നത്. എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യും. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ ആരും ചീത്തൊന്നും പറയാൻ പോകുന്നില്ല. എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നീറ്റിന് ഇപ്പോൾ ഇത്രയും വലിയ ബുക്സ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നോർമലി NCERT ബുക്ക്, അത് എല്ലാവരും പഠിക്കുമല്ലേ. NCERT ബുക്ക്, NCERTയുടെ ബാക്കിൽ തന്നെ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇപ്പോൾ ബോട്ടണി സോളജി ഏതായാലും ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ കുറച്ച് സോൾവ് ചെയ്യാൻ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു സോൾവ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഓപ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ പോലും വിടാണ്ട് നിങ്ങൾ ചെയ്യാം. ഇതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ മെയിൻ ആയിട്ട് സ്ട്രെസ് ആവാതിരിക്കുക. ഇതിപ്പോ സ്ട്രെസ്സായി, ഇതിപ്പോ ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ സ്ട്രെസ്ഡ് ആവാണ്ട് ഇത് അതിനെങ്ങനെ എന്താ പറയാ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് ചെയ്യുക. പിന്നെ ബ്രില്യന്റിന് ഒരു വർക്ക് ബുക്ക് അവർ തരും അല്ലേ. അത് നിങ്ങള് ഞാൻ
പറഞ്ഞുതരാം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാൻ നിങ്ങൾ ചെയ്യണം. കാരണം എനിക്കത് പേഴ്സണൽ ആയിട്ട് എനിക്ക് നല്ല ഇവന്മാർക്ക് എല്ലാവരും ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഫിസിക്സ് നോർമലി നീറ്റിന് പാടാവും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഞങ്ങൾ നീറ്റിന് 5-6 ക്വസ്റ്റ്യൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എക്സാം ഹോളിൽ ഇരുന്ന് നെറ്റിയതാണത്. ഇനി എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റാണോ എന്ന് വരെ വിചാരിച്ചു. 5-6 ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിലെ അതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ വിത്ത് സെയിം ഓപ്ഷൻസ് അത് വന്നു. മീൻസ് നമുക്ക് എനിക്ക് തന്നെ ഡൗട്ട് ആയി പോയി ഫസ്റ്റ്. ഇൻ കേസ് ഇപ്പൊ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അതിലുണ്ടോ എന്നിട്ട് ഞാൻ ആക്ച്വലി 4 അതുപോലെ കറക്റ്റ് അതേപോലെ വന്നെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് 5ാമത്തത് ഇത് ബ്രില്യന്റിലെ പോലെ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വയം ചെയ്ത് എടുത്ത് തെറ്റുത്തരം കുത്തി. അതേ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു പോലും നോക്കാണ്ടാണ് ഞാൻ ആൻസർ കുത്തിയത്. അത് ശരിയാവുകയും ചെയ്തു. 5-6 ക്വസ്റ്റ്യൻസ് അത് ശരിയാവുക ചെയ്തു. അപ്പോ നിങ്ങൾ അത് ഭയങ്കര അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത് മൊത്തം ചെയ്യാൻ ശ്രമിക്കും എപ്പോഴും. അതിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ മറ്റുള്ള ബുക്സ് റിലേ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ NCERT പഠിക്കുക, നിങ്ങള് സാറുമാരുടെ നോട്ട്സ് പഠിക്കുക, പിന്നെ ബ്രില്യന്റിലെ വർക്ക് ബുക്ക്. പിന്നെ ലാസ്റ്റ് ഒക്കെ എക്സാം ടൈം ഒക്കെ ആവുന്ന സമയത്ത് നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതാണ് എന്താ ഒരു കോൺഫിഡൻസ് പോസിറ്റീവ് ആയിട്ട് കിട്ടുന്ന അതാണ്. MTG അരിഹന്ത് എന്ന് പറഞ്ഞ ബുക്കിന്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഇയർ വൈസ് ആയിട്ട് തരുമല്ലേ, അതൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾ. പിന്നെ എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യുക, അത് മെയിൻ കാര്യം. അതിപ്പോ എയിംസ് മോഡൽ ആണെങ്കിലും ജിപ്മർ മോഡൽ ആണെങ്കിലും, ജിപ്മർ മോഡൽ എയിംസ് മോഡൽ ഒക്കെ കുറച്ച് ടഫ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ആണോ? ആണല്ലേ. ഇപ്പൊ എല്ലാ ഞങ്ങള് ഉള്ള സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഏതാണെങ്കിലും അറ്റൻഡ് ചെയ്യാം. നമ്മളൊരു ചുമ്മാ ഒരു ഷോട്ട് കൊടുക്കുക, അതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാരും ഞങ്ങള് കുറച്ച് മെമ്മറീസ് ഷെയർ ചെയ്തു. പിന്നെ നിങ്ങളെല്ലാം നന്നായി നോക്കുക. ഇപ്പൊ നീറ്റെല്ലാം അടുത്ത് വരാൻ പോവാണ്. നിങ്ങൾക്ക് പറ്റണ പോലെ ഇത് മാത്രല്ല പ്രൊഫഷൻ ആയിട്ടുള്ള ഇതിപ്പോ കിട്ടിയില്ലെന്ന് വിചാരിച്ച ഒന്നും സംഭവിക്കാൻ പോകില്ല. ഇഷ്ടം പോലെ പ്രൊഫഷൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇടയ്ക്ക് ചുമ്മാ എല്ലാരും കൂടി ഇരിക്കുമ്പോ നമ്മൾ ആലോചിക്കാറുണ്ട് എന്ത് ഇടയ്ക്കിടയ്ക്ക് മീൻസ് നമുക്ക് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം നമ്മള് നോക്കെല്ലാം മാക്സിമം എഫേർട്ട് കൊടുക്കുക. കിട്ടിയില്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ പറയാനുള്ള. അപ്പൊ എല്ലാവർക്കും എക്സാമിന് എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതും.